അപ്പോൾ ഹായ് ഓൾ, നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ്, ജസ്റ്റ് രണ്ടാമത്തെ എപ്പിസോഡ് ആയിട്ടുള്ളൂ. ഫസ്റ്റത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായി? റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വളരെ നല്ലതായിരുന്നു. അതിലധികം പേരൊന്നും കണ്ടില്ലല്ല. അതല്ല പറഞ്ഞ വളരെ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന്. അതെ, വീട്ടുകാര് പിന്നെ കുറ്റം പറയില്ല. നമുക്ക് ഒരു ഫീഡ്ബാക്ക് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പറയണ്ടേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോയ്സ് പീക്കടിക്കുന്നു. നമ്മൾ എന്തായാലും പൈലറ്റ് എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ഷൂട്ട് നടത്തിയത്. നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാപ്പൽ കോളർ മൈക്കാണ് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ നമ്മളത് ഇതിൽ നിന്നൊക്കെ മാറ്റി ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ശരിയാവുമെന്ന് വിചാരിക്കുന്നു സൗണ്ട്. ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് അടുത്ത പരിപാടി നോക്കാം. പരിപാടികൾ മാറ്റി മാറ്റി വാങ്ങാം. നമ്മൾ റിവ്യൂസ് അനുസരിച്ച് ടെക്നിക്കൽ സൈഡ് മാത്രമല്ല, അണ്ടർ ആറാണ്ടിയാന്ന് കരുതിയാൽ മതി. അതെ അതെ എല്ലാത്തിലും അതെ അതെ പിടിച്ചോണ്ടിരുന്നാൽ മതി. അപ്പോൾ ടെക്നിക്കൽ സൈഡ് മാത്രമല്ല, നമ്മൾ കണ്ടന്റിന്റെ വിഷയത്തിലും കണ്ടന്റിൽ നമ്മൾ പറയുന്ന രീതി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലോ ആരെങ്കിലും ഹർട്ട് ചെയ്യുന്ന രീതിയിലുണ്ടെങ്കിലോ റിവ്യൂസ് ഒന്നും നമ്മൾ മാറ്റുന്നതാണ്. അല്ല, അതായത് നമ്മൾ പറയുന്ന കണ്ടന്റ് ചിലപ്പോൾ ചില പോയിന്റ്സ് എല്ലാം ഹേർട്ട് ചെയ്യും. അത് മാറ്റാന്ന് പറഞ്ഞ പക്ഷെ നമ്മൾ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണെങ്കിൽ നമ്മൾ സാക്രിഫൈസ് ആവണ പോലെ ഒന്ന് വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മുടെ ഭാഗത്ത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ വന്നിട്ട് അതാരെങ്കിലും ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മള് ഒരു കാര്യം പറയുമ്പോ ചിലർക്ക് അത് ഹേർട്ടാവും. ഒബ്വിയസ്ലി. പക്ഷെ വേറൊരു ഓപ്പോസിറ്റ് സൈഡില് ശരിയാണല്ലോ എന്നും ആലോചിക്കുന്നവരുണ്ട്. ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാ. അതില് ഹർട്ട് ചെയ്യണവര് ശരിക്കും അന്യായമായ ആൾക്കാരെ ഹർട്ട് ആവാൻ പാടുള്ളൂ. സത്യങ്ങള് ചില ആളുകളെ ഹേർട്ട് ചെയ്യും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് നമ്മൾ തെറ്റായ ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് തെറ്റായിട്ടുള്ളതല്ല. നമ്മളറിയാതെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കത് മാക്സിമം നമ്മൾ വെരിഫൈ ചെയ്യുക. നമ്മൾ അൺഫിൽറ്റേർഡ് എന്നുള്ള പേര് ഇട്ടേക്കണ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് ഓരോ കാര്യത്തിലും. എല്ലാവരും നമുക്ക് 3 പേർക്കോ അല്ലെങ്കിൽ പരിപാടിയിൽ വരുന്നവർക്ക് എല്ലാവർക്കും ഒരേ പെർസ്പെക്റ്റീവ് നല്ല പറയണം. എപ്പിസോഡ്സ് മുതൽ പുതിയ ആൾക്കാർ വരും. അവരവരുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കും. ഒരു ടോപ്പിക്കാണ് പറയുന്നത്. ആ ടോപ്പിക്കിൽ ഇവിടെ നിന്ന് സംസാരിക്കുന്നവരുടെ അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് പറയുന്നത്. അപ്പോൾ വീണ്ടും വെൽക്കം ഓൾ ടു സെക്കൻഡ് എപ്പിസോഡ് ഓഫ് അൺഫിൽറ്റേർഡ്. കുറവുകള് അത് കുഴപ്പമില്ല. ചില കുറവുകൾ നല്ലതാണ്. അവിടെ ഇരുന്ന് കേൾക്കണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ടോപ്പിക് എന്താണ്? ഓട്ടോറിക്ഷ എന്ന് മാത്രമല്ല, നമ്മുടെ ലോക്കൽ ടാക്സി, ഓട്ടോ വരും ഊബറും തമ്മിലുള്ള ഇഷ്യൂ. കുറെ നാളായിട്ട് നമ്മൾ ഇൻസ്റ്റയിലും റീലുകളിലും യൂട്യൂബ് ഷോർട്സിലും മെയിൻ യൂട്യൂബ് വീഡിയോ ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. നാട്ടിൽ നേരിട്ട് ഓരോരുത്തരുടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എയർപോർട്ടിന്റെ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഊബറും ടാക്സിയും ലോക്കൽ ടാക്സിയായിട്ട് ഭയങ്കര ടാക്സി എന്നുള്ളതല്ല, അത് ലോക്കൽ ടാക്സിയും എയർപോർട്ട് പ്രീപെയ്ഡ് ടാക്സിയും തമ്മിൽ തന്നെ ഓൾറെഡി ഇഷ്യൂ നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ഇതും കൂടെ കയറി വന്നിട്ടുള്ളത്. പ്രീപെയ്ഡ് ടാക്സിക്കാര് കാലങ്ങളോളം ക്യൂ നിന്നിട്ടൊക്കെയാണ് ഒരു ഓട്ടം കിട്ടുക. അതും ചെറിയ ഓട്ടാണെങ്കിൽ അവര് എടുക്കൂല, ക്യാൻസൽ അടിക്കുന്ന പരിപാടി അങ്ങനെ എന്തൊക്കെയാണ്. നഷ്ടമാണ്. ഒരു ഷോർട്ട് ഓട്ടങ്ങളൊന്നും എടുക്കില്ലായിരിക്കും. ലോങ് കിട്ടിയാലും എടുക്കും. ലോങ് കിട്ടും, കൂടുതൽ പൈസയും വേണം. പ്രീപെയ്ഡിന് കൂടുതലൊന്നല്ല. പ്രീപെയ്ഡ് ഊബറിൽ നമ്മളൊരു 150 രൂപ കാണിക്കണ്ടെങ്കിൽ അവര് ചിലപ്പോ പറഞ്ഞു തരുമ്പോ ഒരു 300 രൂപയാവും. അത് ഓട്ടോക്കാര് ഓട്ടോ സാധാരണ നോർമൽ ടാക്സി വിളിക്കുമ്പോ മെയിൻ ആയിട്ട് ഇഷ്യൂ അത് തന്നെയാണ്. നോർമൽ ടാക്സി ഊബറും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ടാക്സി റിട്ടേൺ കാശും കൂടെ മേടിക്കും. ഊബർ വൺ സൈഡ് മേടിക്കുള്ളൂ. ഊബർ അല്ലെങ്കിൽ ഓല, റാപ്പിഡോ. അതാണ് ഇവര് മെയിൻ ആയിട്ട് പ്രശ്നം. ഓൺലൈൻ ടാക്സി കിട്ടണ എമൗണ്ട് ഫിക്സഡ് ആയിരിക്കും എന്നുള്ള പ്രശ്നം കൊണ്ടാണ്. ഊബറിലൊരു ഫിക്സഡ് എമൗണ്ട് കിട്ടുള്ളൂ. കമ്മീഷൻ ഉണ്ട്. അതായത് ഇവർക്ക് ഇതിൽ വേറെ കോമഡി ഉണ്ട്. ഊബറിൽ ഇപ്പൊ ഒരു എമൗണ്ട് കാണിച്ച് ഇപ്പൊ നമ്മള് ബാംഗ്ലൂർ സൈഡിലൊക്കെ പോവാണെങ്കിൽ ഒരു 50 രൂപ എക്സ്ട്രാ തരുമെന്ന് ചോദിക്കണവരുണ്ട്. അത് ഇപ്പൊ അതല്ല നമ്മുടെ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഊബർ ഓടുന്നവരെ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാൻ വിടില്ല എന്നാണ് നമ്മുടെ ലോക്കൽ ടാക്സിക്കാർ അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാർ പറയുന്നത്. അതായത് ഇപ്പൊ നീ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഊബർ ബുക്ക് ചെയ്തു, റെയിൽവേ സ്റ്റേഷൻ, ഫോർ എക്സാമ്പിൾ റെയിൽവേ സ്റ്റേഷൻ, അതിന്റെ ഫ്രണ്ട് ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ട് അല്ലെങ്കിൽ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. നിന്നെ പിക്ക് ചെയ്യാൻ ഈ ഊബറുകാരൻ വന്നു കഴിഞ്ഞാൽ വൻ ഇഷ്യൂ ആയിരിക്കും അവിടെ. നിനക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. നീ അവിടെ ചെന്നിട്ട് ഊബർ നാട്ടിൽ ഉപയോഗിച്ച് ശീലമുണ്ട്. അവിടെ ചെന്നിട്ട് ആദ്യം ഊബർ ബുക്ക് ചെയ്തു. അപ്പൊ അതിലെന്താ തെറ്റില്ല എന്ന് മാത്രല്ല, അതാണ് സേഫ്. കാരണം നമ്മള് പരിചയത്തിലെത്തി കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കുക എന്നുള്ളതായിരിക്കും സാധാരണയായിട്ട്. പരിചയമില്ലാത്ത ഇപ്പൊ ഓട്ടോ കാശ് തന്നെ നമ്മുടെ ഇവിടുത്തെ ചാലക്കുടിയിലെ റേറ്റ് ആയിരിക്കില്ല തൃശ്ശൂരിലെ റേറ്റ് ആയിരിക്കില്ല എറണാകുളത്ത്. വ്യത്യാസമുണ്ട്. സ്റ്റേറ്റ് കൂടുമ്പോഴാണ് ഏറ്റവും യൂസ്. ഈ ഓൺലൈൻ അല്ലേ? സ്റ്റേറ്റ് വിട്ട് ഇവിടെ നിന്ന് നമ്മൾ ചെന്നൈയിലൊക്കെ ചെന്നൊരു ഓട്ടോറിക്ഷ വിളിക്കണം.
നല്ല രസമാണ്. ഓട്ടോറിക്ഷ വിളിക്കുന്നതിൻ്റെ പകുതി കാശുള്ള ടാക്സി വിളിച്ച് കഴിഞ്ഞാൽ. അല്ല ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ ഇപ്പോൾ ഓൺലൈൻ്റെ കേസ് വിട്, അല്ലാണ്ട് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് ഓട്ടോ, ടാക്സി, ഓട്ടോവും കാറിൻ്റെ ടാക്സിയാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒരു 4-5 പേരുണ്ട്, ഓട്ടോ വിളിക്കാൻ പറ്റുമോ? 2 ഓട്ടോ കയറി വിളിക്കേണ്ടി വരും. ഓട്ടോ ആണ് നമുക്ക് പെട്ടെന്ന് റോട്ടിൽ കയറി കൈ കാണിച്ചാൽ വിളിക്കാൻ കിട്ടുന്ന സംഭവം. 2 ഓട്ടോ അടുപ്പിച്ച് കിട്ടില്ല. പക്ഷേ ഓൺലൈൻ ടാക്സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർ ബൈക്ക് ഇല്ലല്ലോ. റാപ്പിഡോയിലുണ്ട്, ഊബറിലില്ലേ? ഊബറിലുണ്ടോ? ഏതൊക്കെയോ ബൈക്ക് ടാക്സി. പക്ഷെ ബൈക്ക് ടാക്സി ടാക്സി ഉണ്ട് എന്തായാലും. പക്ഷെ ബൈക്ക് ടാക്സിക്ക് ഒരു പ്രശ്നം, സൗണ്ട് എഞ്ചിനീയർ ഉണ്ട് പറയുന്നുണ്ട്, സ്ഥിരം ബാംഗ്ലൂര് പോണ ആളാ. ബാംഗ്ലൂർ ഉണ്ട്, ബാംഗ്ലൂർ ബാംഗ്ലൂരുണ്ട് നിലവിലിപ്പോ കേരളത്തിലും വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് അവിടെ നിന്ന് ഇൻഫർമേഷൻ. ബാംഗ്ലൂർ അപ്പൊ ഊബറിനുണ്ട്. ബാംഗ്ലൂരില്ല, നാട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞത്? നാട്ടിലുണ്ടെന്നാണ് നാട്ടിലുണ്ട്. ഊബറില് കാണുന്നവര് ഈ കമന്റ് ചെയ്യോ, കേരളത്തില് ഊബറിൽ ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ സൗണ്ട് എഞ്ചിനീയർ മാത്രം തെറ്റാണ്. അത് ഇൻസ്റ്റൈഡ് താഴെ കൊടുത്തിട്ടുണ്ട്. ഉത്തരവാദി അവിടെ സിയോൺ ബെന്നി. ഇൻസ്റ്റൈഡ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ആരാന്ന് വെച്ചാൽ മെസ്സേജ് അയച്ചോ എന്താ വെച്ചാൽ. അല്ല, നാട്ടിൽ ഉള്ളത് നല്ലതാണ്. അതായത് ഓൺലൈനിൽ ബൈക്ക് ടാക്സി ഉള്ളത് നല്ലതാ. ഇപ്പൊ ബൈക്ക് ടാക്സി നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ അതില് പ്രശ്നം ഉണ്ടാകുന്നില്ല ഞാൻ പറയില്ല, കാരണം അത് ഇല്ലീഗലാ. ആണോ? 2 വീലറിന് ടാക്സി ഉള്ള വേറൊരു സംഭവം ഉണ്ട്. പക്ഷെ വേറൊരു കാര്യണ്ട്. നാട്ടിലാണ് ഊബർ വിളിച്ചിട്ടൊരു ബൈക്കും ഒരു പെൺകുട്ടീനെ വന്ന് വിളിച്ചിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാ കാമുകനെ. അത് വേറെ സംഭവം കാരികമായിട്ടുള്ള മാറ്റി വെച്ചേക്കാം. ചാരം നമുക്ക് പിന്നെ വരാം. ചാരം നമുക്ക് പിന്നെ വരാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ബൈക്ക് ടാക്സിയുടെ കാര്യം, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാരതിന്റെ അതായത് സെൻട്രൽ ഗവൺമെന്റ് ഒരു ടാക്സി ആപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ അറിഞ്ഞായിരുന്ന? അതായത് ഈ ടാക്സിക്കാരുടെ ഈ പ്രശ്നം തീർക്കാനായിട്ട് അവരൊരു സർക്കാർ ടാക്സി കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോർപ്പറേഷൻ ടാക്സിക്കാരുടെ യൂണിയന്റെ കോർപ്പറേഷനൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഗവൺമെന്റ് വന്നു. അത് വർക്കിംഗ് ആയോ? ഡൽഹിയിൽ ഇപ്പൊ ഇതാണ് ടെസ്റ്റ് റണ്ണാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആപ്പ് ഓൾ ഇന്ത്യ ഇറക്കിയിട്ട് അടി മേടിക്കുന്നേക്കാളും വേണം ആദ്യം ഒരു സ്ഥലത്ത് നടത്തി സക്സസ് ആയിട്ട്. സ്വാഭാവികം. ഇവിടെ എന്ത് ഇന്നോവേഷൻ വന്നാലോ കൊടി പിടിക്കാത്ത? ചെന്നൈയിൽ ഈ BMW പ്ലാന്റ് വന്നത് ഫസ്റ്റ് വരായിരുന്നു എവിടെയാണെന്നറിയോ? കൊച്ചി. ആ സാധനം വന്ന് എത്ര പേർക്ക് ജോലി കിട്ടിയാനെ? ഇവിടത്തെ പിള്ളേർ ഇപ്പൊ ജോലി കിട്ടാണ്ട് ജോലി അന്വേഷിച്ച് ബാംഗ്ലൂരിനും ചെന്നൈയും പോണ്ട അവസ്ഥ. അല്ല, രാജ്യത്ത് നിൽക്കുന്നവരെ കുറവായതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ അത് ഇതന്നെയാണ് നമ്മുടെ നാട്ടില് വിലയില്ല. പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നവർക്കൊക്കെ പുല്ല് വിലയാണ്. ഫാക്ടറീസ് കേരളത്തിൽ വരില്ല. കേരളത്തിൽ ഇനി അടുത്ത് കൊച്ചിയിൽ ഇതുപോലെ വെജിറ്റബിൾ പ്രോസസ് ചെയ്യുന്ന ഒരു ഫാക്ടറി തുടങ്ങിയിട്ട് അറിഞ്ഞിരുന്നു. അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു 1 year ഒക്കെ കാണും. ഇതുപോലെ കൊച്ചിയിലൊരു കമ്പനി തുടങ്ങി. അപ്പോൾ അവർ ഫുള്ള് മെഷീനറി ത്രൂ ആണ്. അതായത് ട്രക്കിൽ നിന്ന് അൺലോഡ് ചെയ്യുന്നത് തൊട്ട് സാധനം ഫുള്ള് വാഷിങ്, പ്രോസസ്സിങ്, പാക്കിങ്, കംപ്ലീറ്റ് മെഷീനറി. അതായത് മനുഷ്യൻ അതിൽ തൊടുന്നില്ല. അതാണ് അവരുടെ ഐഡിയ. അതാണ്. എന്നിട്ട് അവിടെ യൂണിയൻകാർക്ക് പണി കൊടുത്തില്ല എന്നും പറഞ്ഞ് സമരം. ഈ പണി കൊടുക്കാം, കുഴപ്പമില്ല, അവർ പണി കൊടുക്കാം. അത് ചോദിക്കുന്ന അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ മെഷീനറീസ് ഓപ്പറേറ്റ് അവർക്ക് പഠിക്കാൻ പറ്റും, അത് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല, എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാൻ അറിയില്ല. ഇനി ഇവർക്ക് അവിടെ എന്ത് ജോലിയാണ് കൊടുക്കുക? അത് ടോട്ടൽ അൺലോഡിങ് തൊട്ട് എല്ലാ പരിപാടിയും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആ പൊസിഷൻ വളരെ താഴ്ന്നില്ലേ? ഓവർ ക്വാളിഫൈഡ് ആണ് അവര്. ഓവർ ക്വാളിഫൈഡ് ആണ്, ഓവർ എക്സ്പീരിയൻസ്ഡ് ആണ്. ഓണർഷിപ്പ് കൊടുക്കാം. അത് നല്ലൊരു ആശയമായിരുന്നു. വേറെ സംഭവം പറഞ്ഞ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞതൊന്നല്ലായിരുന്നു. എല്ലാവരും ഇതായിട്ട് ബന്ധം വരും. ഞാൻ പറഞ്ഞു ഗവൺമെന്റിന്റെ ഒരു ആപ്പ്, ആ ആപ്പില് ടാക്സി, ഓട്ടോ, ബൈക്ക് ഉണ്ട് ഗവൺമെന്റിന്റെ ആപ്പിൽ. അവരങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. നമ്മുടെ നാട്ടിൽ വരുമ്പോ അറിയാം എത്രത്തോളം ഉണ്ടെന്ന്. ഇപ്പൊ ഡൽഹിയില് ടാക്സീസ് ആണ് അതില് രജിസ്റ്റർ ചെയ്യാൻ ഇവിടെ പറയുന്നതിൽ ഇപ്പൊ ടാക്സിക്കാർ വരുന്ന ബൈക്കില് ടാക്സി ഓടാൻ പാടില്ല എന്ന് പറയുന്നത് അത് ഓക്കെ, നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. കാരണം ബൈക്കിന് ടാക്സി പെർമിറ്റ് ഇല്ല, നമുക്ക് സമ്മതിക്കാം. പക്ഷെ സ്റ്റിൽ ടാക്സി പെർമിറ്റ് ഉള്ളവര് ഓൺലൈൻ ഓടുന്നത് എന്നൊറ്റ കാരണം കൊണ്ട് അവരെ പാസഞ്ചറിനെ പിക്ക് ചെയ്യാൻ സമ്മതിക്കാത്തതാണ് മെയിൻ പ്രശ്നം.
അത് വെച്ചിട്ട് ജീവിക്കണ കൊറേ പേരുണ്ട്. അതായത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണ ഈവൻ കൊറേ യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സ് അതായത് ഒരുപാട് പഠിക്കുന്ന പിള്ളേര് ആ പാർട്ട് ടൈം ആയിട്ട് ഈ ഊബർ ഓടി അല്ലെങ്കിൽ ഓല ഓടി ഓൺലൈൻ ടാക്സി ഓടി ജീവിക്കുന്ന പിള്ളേരുകളുണ്ട്. അവർക്ക് ഏറ്റവും വലിയ യൂസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ലോഗിൻ ചെയ്യുക, ആവശ്യം കഴിഞ്ഞ് പിന്നെ മെയിൻ ലോഗൗട്ട് സംഭവം ചെയ്യുക. എന്താണെന്നറിയോ, നീ ഒരു സ്റ്റാൻഡിൽ നിനക്ക് ടാക്സി ഓടണം. ആ സ്റ്റാൻഡിലെ ടാക്സികളൊക്കെ ഒരു യൂണിയനാണ് പ്ലേ. അതെ, അതില് ഈ അംഗത്വം യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കണം, അവരുടെ പരിപാടികൾക്ക് പോകണം, അവർ സമരം ചെയ്യണം. എന്താ പിന്നെ കാര്യം? അതുകൊണ്ട് ഈ പിള്ളേർക്ക് ജീവിക്കാൻ അതായത് പൈസ ഉണ്ടാക്കാൻ അവരുടെ ഒരു ഇഷ്യൂവിന് അവരുടെ ജോലി നിർത്തി വെച്ച് കഴിഞ്ഞാൽ അതിൽ പങ്കില്ലാത്ത നമ്മളും കൂടെ നമ്മുടെ ജോലി നിർത്തി വെക്കേണ്ട അവസ്ഥയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ ഒരു ഊബർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ടാക്സിക്ക് എടുക്കാൻ വേണ്ടി ഇതേ കമ്പനിക്കാരൻ ഒരു പ്ലോട്ട് മേടിച്ചിടുന്ന നല്ലതാണ്. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ടാക്സിക്കാർ ഇവരുടെ സ്വന്തം പറമ്പ് മേടിച്ചിട്ടാണോ ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്? അതല്ല, തല്ലണ്ടാവാണ്ടിരിക്കും. ശരി, ഓട്ടോ സ്റ്റാൻഡ് ഒന്നും പറയാൻ ഗവൺമെന്റ് പറ്റില്ല. അനുവദിച്ചു കൊടുത്ത സ്ഥലത്താണ് ഓട്ടോ സ്റ്റാൻഡ് ഇടണം. ചാലക്കുടി അതെ. ചാലക്കുടിയൊന്നല്ല, എല്ലായിടത്തും എല്ലാ എടാ മറ്റേത് മൂന്ന് എല്ലായിടത്തും. ഒത്തിരി സ്ഥലം പാർക്കിങ്ങിന് റോഡ് സൈഡിൽ ഉണ്ടോ? 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഓട്ടോ സ്റ്റാൻഡ് തന്നെ പോകുന്നത്. ബാക്കി കാറും കൊണ്ടൊരു ആള് വരാണെങ്കിൽ അവിടെ വണ്ടി ഇടാൻ സ്ഥലമില്ല ഇപ്പൊ. ബാക്കി സ്ഥലം ഉള്ളിടത്തൊക്കെ പോലീസും കൊണ്ടുവച്ചിട്ടുണ്ട് നോ പാർക്ക്. No അല്ല, parking. ചാലക്കുടിയിൽ ആകെ കുറച്ച് പാർക്കിംഗ് ഉള്ളത് ആ സൗത്തിലാ. അല്ലേ പിന്നെ പ്രൈവറ്റ് ബസ്സുകാർ സ്റ്റോപ്പിൽ നിർത്തണ പോലെ നിർത്താം, നടുക്ക് അങ്ങോട്ട് നിർത്താം. കറക്റ്റ് സ്റ്റോപ്പില് ഒതുക്കി കറക്റ്റ് സ്റ്റോപ്പിൽ ഒതുക്കി ചേർത്ത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. ഹോൺ അടിച്ച് നിർത്താം. ഹോൺ അടിച്ച് നിർത്താന്നുള്ളതല്ല, ഹോൺ അടിച്ച് വെറുപ്പിച്ച് ഓവർടേക്ക് ചെയ്തിട്ട് തൊട്ട് ഫ്രണ്ടിൽ കൊണ്ടിട്ട് എടാ, അതിന് വേറെ ആപ്പും സോഫ്റ്റ്വെയർ ഒക്കെ ഇട്ടുണ്ട്. ഗണേഷ് കുമാർ ഫോൺ അടിക്കണേന് KSRTC ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നം വന്നാ അത് വാട്സാപ്പില് വാട്സാപ്പ് അതൊക്കെ ഒരു തേങ്ങയില്ല. അല്ല, ഞാൻ അയച്ചു. ഇത് കാര്യമുണ്ട്. പകുതി KSRTC പകുതി ബസ്സിലെ വാട്സാപ്പ് നമ്പർ പരാതി ഇല്ലല്ലോ. എഴുതി കൊടുത്തു. ഗണേഷ് കുമാർ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ഈ വീഡിയോയിലും പറയണ്ടേ ഗണേഷ് കുമാറിന്റെ കാര്യം. ഇല്ല. എനിക്ക് എടാ അത് അമ്മ എന്നെ കൊന്നില്ല എന്നുള്ള വേണ്ടി അതുകൊണ്ട് ചേട്ടൻ മോന്റെ പ്രായം എനിക്കുള്ളൂന്ന് ചോദിച്ചപ്പോ ആള് തെറി വിളിക്കണ്ട. പുള്ളിക്ക് പ്രായം കുറവായിട്ടുണ്ടാവും, നീ മോനെ കല്യാണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല, ചേട്ടന്റെ മോന്റെ പ്രായമുള്ളൂ. ചാലക്കുടി സ്റ്റേഷനിൽ വെച്ചപ്പോ നീ അവിടെ കൊണ്ട് കേസ് കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ അവിടെ കൊണ്ട് എഴുതി കൊടുത്തു. 2 ദിവസം കൊണ്ട് ഞാൻ പിന്നെയും ചോദിച്ചു കേസ് എന്തായി. കൊടുത്തുണ്ട്. കഥ മാറി വാട്സാപ്പില് വീഡിയോ അയച്ചു. ഇതുവരെ കണ്ടിട്ടില്ല. കഥ മാറി. അതെ, നിങ്ങൾ കാര്യം അറിഞ്ഞോ? ഉം. നമ്മുടെ ടോപ്പിക് ഇതൊന്നുമല്ല. എന്തായിരുന്നു? പറഞ്ഞോടത്ത് ടാക്സി ടാക്സി. അത് ഇന്നാളൊരു സംഭവം ഇൻസിഡന്റ് ഞാൻ കേട്ടതാ. അതായത് ഒരു ചേട്ടൻ ടാക്സി, ലോക്കൽ ടാക്സി ഓടുന്ന ചേട്ടനുണ്ടോ, ആളുടെ വിഷമമാണ് പറയണത്. സിൻസിയറായിട്ട് വിഷമം പറയാണ്. അതായത് ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയ സമയത്ത് കയറിയാൽ മതി. അതായത് പിള്ളേരെന്ന് ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ ഓടുന്ന പിള്ളേർ. തോന്നിയ സമയത്ത് അവർക്ക് വീട്ടിൽ കയറിയാൽ മതി. ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബവും കുട്ടികളൊക്കെ ഉള്ളത്. അപ്പോൾ രാവിലെ ടാക്സി ഓടാൻ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു രാത്രി അത്താഴത്തിൻ്റെ നേരമൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചെത്തണം. ഇവർക്ക് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ഇവർ തോന്നിയ സമയത്തൊക്കെയാണ് ട്രിപ്പ് എടുക്കണത്. രാത്രിയും വെളുക്കോളൊക്കെ ട്രിപ്പ് എടുക്കും. അപ്പോൾ ഇവർക്ക് കിട്ടണില്ല ഓട്ടം. അല്ലാതെ ആൾക്കാർക്ക് ആവശ്യമുള്ള സമയത്തല്ല അവര് ടാക്സി വിളിക്കും. ഇങ്ങനെയാണ് ആളുടെ എനിക്ക് രാത്രി 10:30 ഒരു പടത്തിന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ടാക്സി ഓടുന്ന ആള് 7:30 വരെ പുള്ളി ഓടുന്നുള്ളൂ. അതല്ല, എന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് ടാക്സി വിളിച്ച് തിയേറ്ററിൽ പോയിരിക്കും. ഞാൻ നിങ്ങ 10:30 പൊക്കോ, പക്ഷെ ടാക്സി കിട്ടാൻ പാടില്ല. അതല്ലേ പറയണത്. അതല്ലേ പുള്ളിയുടെ വിഷമം ഇപ്പൊ അതാണ്. വിഷമം അല്ല, ആളുടെ രണ്ട് സൈഡ് ഉണ്ട് അതിന്. ഞാൻ നോക്കിയപ്പോ ഒന്ന് ശരിയായിരിക്കും, ആൾക്ക് പ്രായമായിട്ടുണ്ടാവും വൈകുന്നേരം കാരണം. അത് ആളുടെ ഇഷ്ടം, ആള് ചെയ്തോട്ടെ. പക്ഷെ ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് ആ പിള്ളേരെന്ന് പറഞ്ഞ ആള് യങ്സ്റ്റേഴ്സ് അവര് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. അവര് രാവിലെ ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകണ്ടാവും. പകല് ജോലിക്ക് പോയിട്ട് രാത്രി പാർട്ട് ടൈം ആയിട്ടായിരിക്കും ഇത് ഓടണം. പോലും കയറാൻ സമയമില്ലാണ്ട് കിടന്ന് ഓടായിരിക്കും. അങ്ങനത്തെ ഇഷ്ടം പോലെ പേരുണ്ട്. ഈ പറഞ്ഞ ചേട്ടനോ പ്രായത്തിൽ ഓടിയുണ്ടാവും. കാരണം അല്ല, ഞാൻ ചോദിക്കുന്നതല്ല പുള്ളി ഇപ്പൊ ഇത് വിഷം പറയുന്നു. പക്ഷെ ഇത് ഓൺലൈൻ ടാക്സി സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമാണില്ല. കാരണം ശരി അല്ല, ആള് പറയണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ടാക്സി ആയോണ്ടാണ്. ഇതിൽ ആപ്പ് ഉണ്ട്, എല്ലാവർക്കും വിരൽത്തുമ്പില് രാത്രി 12 മണി ആയാലും ആപ്പിൽ നോക്കി കഴിഞ്ഞാൽ ടാക്സി എടുത്ത് കിട്ടും. അതുകൊണ്ടാണ് ആള് ഈ ഡ്രൈവർമാരും ഈ ഓൺലൈൻ ടാക്സി എടുക്കണേ. അതാണ് ആള് പറയണ പോയിന്റ്. ഓൺലൈൻ ടാക്സി എന്ന് പറഞ്ഞൊരു സാധനം വന്നോണ്ടാണ് രാത്രി ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യണതും ഈ ഡ്രൈവർമാരെ അതിലേക്ക് വരുന്നതും പാസഞ്ചേഴ്സ് അതിലേക്ക് വരുന്നതും. ഇത് ഓരോ നെസസിറ്റിക്കാണല്ലോ ഓരോന്നും ഉണ്ടാവുന്നത് നമ്മുടെ നാട്ടിൽ. അതായത് ആ ഡ്രൈവറിന്റെ ആയ കാലത്ത് പണ്ട് രാത്രി യാത്രക്കാരുണ്ടായിരുന്നില്ല, ഇപ്പൊ രാത്രി യാത്രക്കാര് കൂടി. അതാണ് വ്യത്യാസം. പണ്ട് രാത്രി യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോകാനായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വ്യത്യാസമുണ്ട്.
പണ്ട് നൈറ്റ് ലൈഫ് അധികം ഇല്ല, ഇപ്പൊ നൈറ്റ് ലൈഫ് ഉണ്ട് പലയിടത്തും. വേറെ സംഭവം പറഞ്ഞാ നമ്മുടെ ടോപ്പിക് ഇതൊന്നുമല്ല. കണ്ണ് കലകിരിക്കുന്നുണ്ട്. ലേറ്റ് അടിച്ചിട്ടാ നമ്മളെ ഓൺലൈൻ ടാക്സി നമുക്ക് എന്ത് ചെയ്യണ്ടേ? ടാക്സി അത് എന്നിട്ട് ചെയ്യണ്ടേ? ലോക്കൽ ടാക്സി. ഓൺലൈൻ ടാക്സിന് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് ആവശ്യമാണ് ശരിക്കും. ഒന്നും വേണ്ട. നമുക്ക് ഓരോരുത്തരുടെ എടുക്കാം. ഒരു നമ്മുടെ ഏജ്, ഒരു യങ് ടീൻ ഗേൾ അതായത് ഞാൻ പറയാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യണത്. അൺമാരീഡ് ഗേൾ. അല്ല, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നല്ല. ഇപ്പൊ പറയട്ടെ, ഇപ്പൊ പെമ്പിള്ളാര് വൈകിട്ടൊരു സിനിമയ്ക്ക് പോയി, മൂവി കഴിഞ്ഞ് ലേറ്റ് ആയി, ഒരു 9-10 മണിക്കാണ് ഷോ കഴിഞ്ഞത്. ആര് പറഞ്ഞു അവരോട് രാത്രി സിനിമയ്ക്ക് പോകാൻ? അവരിപ്പോ രാത്രി അല്ല പോയത്, 6 ഷോയ്ക്കാ കയറിയത്. 6 ഷോയ്ക്ക് കയറിയത് 9 ഇപ്പൊ കഴിഞ്ഞു. പക്ഷെ 9 എന്ന് പറയുന്നതും സേഫ് അല്ല. ഈ പറയുന്ന തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് ആണെങ്കിൽ ടാക്സി സ്റ്റാൻഡ് ഉണ്ട്. ഈ പെൺകുട്ടിക്ക് സേഫ്റ്റിക്ക് നല്ല ഏറ്റവും നല്ലത് ഇപ്പൊ ലോക്കൽ ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി വിളിച്ചതിനോ അല്ലെങ്കിൽ ഇതിൽ കയറി പോയാനോ ഒന്നും തെളിവില്ല. ഈ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യുമ്പോ എല്ലാം അവിടെ ഉണ്ട്, സെർവറിൽ എല്ലാ സാധനവും ഉണ്ട്. വേറെ സംഭവം വേറൊരു ഭാഗം കൂടി ഉണ്ട്. 6 മണിക്ക് ഷോക്ക് ചെയ്താൽ 9 മണിക്ക് തീരുള്ളൂ എന്നുള്ളൊരു ഐഡിയ കുട്ടിക്ക് മുന്നേ അറിയാം. എടാ, കുട്ടിക്ക് രാത്രി പുറത്തിറങ്ങാൻ പാടില്ല എന്നോട് നിയമമില്ല. വേറെ എന്തെല്ലാം വഴി. ശരി പോട്ടെ, 9:30 ഷോ കഴിയുമ്പോ അച്ഛൻ വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അച്ഛന് പെട്ടെന്ന് വേറൊരു മീറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും എൻഗേജ്മെന്റ് പോയിന്റ് ആയില്ലേ? ഈവൻ ചാരം വാരലേട്ടനാവുണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ ശരി, ഈ ഉപ്പുമുളക് വല്ലാതെ ഇടരുത്, എരിയും. അതെ, എവിടെയൊന്നും ഞാൻ പറയണില്ല. അപ്പൊ ആ കുട്ടിക്ക് പെട്ടെന്ന് ആ സിറ്റുവേഷനിൽ വീട്ടിൽ പോകാനപ്പോ ടാക്സി വിളിക്കണം. ഇപ്പോ ഈ കുട്ടിക്ക് ഏറ്റവും സേഫ് ആയിട്ട് ആ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിന്ന് കയറി പോകണമെങ്കിൽ അവിടെ ആൾക്കാരുണ്ട് പോകുന്നത്. ഇപ്പൊ നമുക്ക് ഇതിന് റെക്കോർഡിങ്ങിൽ എല്ലാം തെളിവുണ്ട്. ഡ്രൈവറുടെ പേര്, ഡീറ്റെയിൽസ്, വണ്ടി നമ്പർ, എല്ലാ സാധനവും അവിടെ ഉണ്ട്. ഈ സാധനം ഇപ്പൊ ഇവര് പറയുന്നത് ലോക്കൽ ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞൊന്നുമില്ല. ഇനി അടുത്ത പ്രശ്നം, ഇപ്പൊ ഈ ലോക്കൽ ടാക്സിക്കാർ പിക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ഫ്രണ്ടിൽ ഇപ്പൊ സ്റ്റാൻഡ് ആണോ, ടാക്സി സ്റ്റാൻഡ് ആണെങ്കിൽ ഓട്ടോ സ്റ്റാൻഡ് ആണെങ്കിൽ യൂബറുകാരോട് അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ ഈ പെൺകുട്ടി ദൂരെ പോയിട്ട് മാറി നിന്ന് കാരണം ഇങ്ങനെയൊക്കെയാണ് അവർ പറയണേ. ഇവരെന്താ പറയണ, അപ്പൊ ഈ രാത്രിയില് ഈ പെൺകുട്ടി ഇന്നാള് ഇതുപോലെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണോ മറ്റേ ലഗേജ് കയറ്റാൻ പോലും സമ്മതിക്കായിരുന്നു. ഇവരിത് ഇവിടെ നിന്ന് പിക്കപ്പ് ഇല്ല എന്ന് പറഞ്ഞു പുറത്തുള്ള ടാക്സിക്ക്. ആ പ്രീപെയ്ഡ് ടാക്സി മാത്രമേ അവിടെ നിന്ന് ആളെ കയറ്റാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുറച്ച് രണ്ട് മൂന്ന് പെൺകുട്ടികളാണ്, ഒരു കുറേ ലഗേജ് ഉണ്ട്. ഒരു ശരി ചേട്ടാ ഞങ്ങൾ കയറില്ല, ജസ്റ്റ് ഈ പെട്ടി മാത്രം കയറ്റിക്കോട്ടെ, കുറേ പെട്ടി ഉണ്ട്, ഇതും പിടിച്ച് മുകളിൽ വരെ നടക്കാൻ പറ്റാത്തതുകൊണ്ടാ പെട്ടി മാത്രം കയറ്റിക്കോട്ടെ എന്നാ ഡ്രൈവറെ അടുത്ത് കെഞ്ചിയിട്ട് അതുപോലും അവിടുത്തെ ഡ്രൈവർ സമ്മതിച്ചിട്ടില്ല. ലാസ്റ്റ് ഈ പെൺപിള്ളേർ ഈ പറഞ്ഞ ലഗേജ് മുഴുവൻ വലിച്ചുകൊണ്ട് ആ മറ്റേ കയറ്റം കയറി മോളി പോകണ്ടെന്നു. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവരെന്തിനാണ് ഈ വാശി പിടിക്കുന്നത്? ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റാ പറഞ്ഞപ്പോഴാണ് അവരുടെ കയ്യിലിരിപ്പോണ്ട് ഇനി അവർക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കണേ. അത് ഞാൻ പറയുള്ളൂ. എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയട്ടോ, ഞാൻ ലോക്കൽ ടാക്സികൾ ഇനി വിളിക്കരുത് എൻ്റെ ഒരു അഭിപ്രായം. ഇവർക്ക് നല്ല ആൾക്കാരുണ്ട് ഇപ്പൊ എല്ലായിടത്തും ഇപ്പൊ അല്ല ഇപ്പൊ എടാ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ചില ടാക്സിക്കാർ തോന്നിയ പോലെ കാശ് മേടിക്കുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റില്ല അവർക്ക്. അവര് ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സഡ് ചാർജ് അതിൽ കാണിക്കുന്നു, അത് നമ്മൾ കൊടുക്കും. പിന്നെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ടിപ്പ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിടിച്ചോറ് നടക്കില്ല. പക്ഷെ ഈ ഇതില് കമ്മീഷൻ ഇല്ല, ഗവൺമെന്റ് ഇറക്കിക്കണ ആപ്പില് 0% ഡ്രൈവർ. അത് സർക്കാർ ഇറക്കുന്നതും ഒരു പ്രൈവറ്റ് കമ്പനി ഇറക്കുന്നതും നല്ല വ്യത്യാസം ഉണ്ടാവുമല്ലോ. സർക്കാർ നേരിട്ടല്ല, ഒരു കോർപ്പറേഷൻ ആണ് ഇത്. വേറൊരു വ്യത്യാസമുണ്ട്, എല്ലാം ഫ്രീ ആയിട്ട് അവർ ഇറക്കാറ്. അല്ല നമുക്ക് യൂസ് ചെയ്യുന്നതിന് ഫീസ് ഇല്ല. പിന്നീട് പൈസ ചിലപ്പോ വരാമെന്ന്. എടാ ഇതിപ്പോ ഫീ വെച്ചോട്ടെ, കാരണം ഗവൺമെന്റിന് ആ ആപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ആ സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, അവർക്ക് സെർവറും അതിനാണ് ഇപ്പൊ യൂബർ ആയാലും അതായത് ഷെയർ വെക്കാണ്ട്
ഒരു കമ്മീഷൻ ഷെയർ അല്ല, ഇതൊക്കെ കമ്മീഷൻ ബേസ്ഡ് ആണ്. ഇപ്പൊ ഊബർ ആണെങ്കിലും ഒരു മാസം ഉപയോഗിക്കണ്ടെങ്കിൽ ആള് ചെറിയ എമൗണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണോ? അങ്ങനെയല്ല, ഏത് ഊബറിലാണെങ്കിലും ആമസോണൊക്കെ അല്ല ആമസോൺ അല്ല, ഇപ്പൊ ബുക്ക് മൈ ഷോ അങ്ങനത്തെ ഇതിലൊക്കെ പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞു മേടിക്കും. ടിക്കറ്റ് സിനിമ ടിക്കറ്റിന് ഉപരി പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞൊരു 5 രൂപയോ 7 രൂപയോ എത്ര കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ, അത്ര ഒരു പ്ലാറ്റ്ഫോം ഫീ മേടിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ആ സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് ചെലവുണ്ട്. ആ ചെലവാണ്, ആ ചെലവ് സർക്കാർ മേടിച്ചോട്ടെ. അല്ല, ഈ ഊബറൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. അത് അവർക്ക് കമ്പനി റൺ ചെയ്യാനുള്ള കാശ്. ഇപ്പോൾ യൂസറിന് ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആപ്പ് യൂസ് ചെയ്യണതിന് കാശ് കൊടുക്കണ്ട, നമ്മൾ അതിന് അവൈലിംഗ് സർവീസിന് മാത്രമാണ് കാശ് കൊടുക്കണേ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന ഡ്രൈവർമാർക്ക് അത് അവരുടെ ആപ്പിന് കമ്മീഷൻ പോകുന്നുണ്ട്. ഡ്രൈവർ ആപ്പ് പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ 3 വീലർ പരിപാടി പയ്യെ നിർത്തണം നല്ലത്. അത് കുറച്ചു കാലം കഴിഞ്ഞ് ഗ്രാജുവലി ഒഴിവാകും. കാരണം ഈ 3 വീലർ വെച്ചിട്ടാണ് എല്ലാ ഇടിയും. അതായത് കാറിന്റെ വീതി ഉണ്ട്, എന്നാ ബൈക്കിന്റെ ബൈക്കിന്റെ വേഗതല്ല, വളക്കിലാണ് ഇത് ഇങ്ങനെയൊക്കെ വളച്ചിട്ട്. അതൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു സാധനമാണ് ഈ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്. അത് 4 വീലറിന് പകുതി സമാധാനം തരും. പെർമിറ്റും കൊടുത്തോട്ടെ. അതാ വെള്ളിമൂങ്ങാള് വരുമ്പോ ഓൾ കേരള പെർമിറ്റും കൊടുത്തോട്ടെ. വെള്ളിമൂങ്ങ സുഖാണ്, മഴയൊന്നും തന്നെയില്ല. നല്ല മഴയുള്ള സമയത്ത് 3 പേരായിട്ട് കയറി പോയിട്ടുണ്ട്. നനിയും ഷീറ്റ് ഇട്ടാലും കാണാനും പറ്റില്ല. അതിന്റെ ഇടയക്കോടൊക്കെ വെള്ളം ഇറങ്ങും ഷീറ്റ് ഇട്ടാലും. ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ പകുതി അവർക്ക് കണ്ണും കാണാണ്ട് വന്നടിക്കുന്നത്. അവർക്ക് ഒരു പിടുത്തം കിട്ടില്ല. വേറൊരു സംഭവം ഉണ്ട് ഓട്ടോറിക്ഷയുടെ. ഇപ്പൊ മറ്റേ ഹാൻഡ് സിഗ്നൽ കാണിക്കുമല്ലോ, ചില ഓട്ടോറിക്ഷക്കാര് ഹാൻഡ് സിഗ്നൽ കാണിക്കും, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. വിരലിന്റെ ഒരു തുമ്പ് അത്ര പുറത്തേക്കാണല്ലോ ബാക്കിൽ കൈ കാണിക്കുന്നുണ്ട്. ഇവര് ന്യായമായിട്ട് കൈ കാണിക്കുന്നുണ്ട്, നമുക്ക് കൈ കാണില്ല. പക്ഷെ അത് കാണിക്കുന്നവർ എത്ര പേരുണ്ട്? അത് ചുരുക്കം. ചില നല്ല ആൾക്കാർ കാണിക്കും, അതൊന്നും കാണിക്കില്ല, ബാക്കി എല്ലാം കാണിക്കേണ്ടവര്. അതെ, എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോ ഒരു ഹാൻഡ് സിഗ്നൽ കാണിക്കാൻ പഠിക്കന്മാരെ. അല്ല, ചിലവരുണ്ട് ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് ഇടയ്ക്ക് അനുഭവപ്പെട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു പോണ ഓട്ടോറിക്ഷക്കാർ തിരിഞ്ഞിരുന്ന് സംസാരിച്ചൊക്കെ പോകും. അപ്പോ ഓൺലൈൻ ടാക്സിയുടെ അതാണ് ഞാൻ പറഞ്ഞ, സർക്കാരിന്റെ ഇതില് 100% കമ്മീഷൻ കിട്ടും. അപ്പൊ സ്റ്റാർട്ടിങ് ഇനിയിപ്പോ നീ പറഞ്ഞ പോലെ പിന്നീട് വരികയാണെങ്കിൽ വരട്ടെ, അപ്പൊ നോക്കാം, ആദ്യം ചെയ്യാലോ. അപ്പൊ ചിലപ്പോ നമുക്ക് വർക്ക് ഇപ്പൊ ഫോണിൽ കുത്തുമ്പോ ചിലപ്പോ അവരെ കാണിക്കും. കൂടുതൽ ആൾക്കാരെ കിട്ടണം, ചെറിയ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. ആ അവസ്ഥ ആയിരിക്കില്ല കൂടുതൽ ആൾക്കാരെ കിട്ടാൻ. അതായത് ഇപ്പൊ ആപ്പിൽ കാണിച്ചു, ആപ്പിൽ ഇപ്പൊ ഒരു ഏരിയ കാണിക്കുന്നുണ്ട്, ആ ഏരിയയിൽ കുറെ എണ്ണം ഒരുമിച്ച് കിട്ടാണ്ട് ഒരെണ്ണൊക്കെ കിട്ടണ രീതിയായിരിക്കും. കൂടുതൽ കിട്ടാൻ വേണ്ടി ഫുള്ള് വരണം. എടാ, ഈ ആപ്പ് യൂസ് ചെയ്യുന്നതിന് നമ്മുടെ അടുത്ത് നല്ല ഫീ കളക്ട് ചെയ്യാം. നമ്മുടെ അടുത്ത് മേടിക്കുകയാണെങ്കിലും നമ്മുടെ ടോട്ടൽ ഇപ്പൊ ഇത്ര ഫെയർ എന്ന് പറയില്ലേ, ആ ഫെയറിന്റെ ഇത്ര പെർസെന്റേജ് ഇവരുടെ പ്ലാറ്റ്ഫോം പെർസെന്റേജിന്റെ കാര്യമല്ല പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ നീ വണ്ടി ഓടിക്കണു, നീ ഡ്രൈവറാണ്, ആ ആപ്പ് നിന്റെ ഉണ്ട്. പക്ഷെ ആപ്പിൽ നീ ഒരു പേയ്മെന്റ് അയച്ചിട്ടില്ല. ഇപ്പൊ 100 രൂപ പേയ്മെന്റ് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്ന രീതിയിലൊരു പോളിസി ആണെങ്കിൽ 100 രൂപ കൊടുക്കും. ഇല്ല, അങ്ങനത്തെ ഒരു പോളിസി വരില്ലല്ലോ. കൊടുത്താലോ എന്ന് ചോദിച്ചാൽ പ്രൈവറ്റ് പോകുമ്പോ ഊബർ ആയാലോ ഓലയിലോ അവര് പോലും ഇല്ല അങ്ങനത്തെ സാധനം. അതെന്തായാലും കൊണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ കൊണ്ടുവന്നാ എങ്ങനെ ഇരിക്കും ചോദിച്ചാൽ അതിന്റെ ആവശ്യമില്ലല്ലോ. എടാ, ഇപ്പൊ ഇതാരുടെ ആവശ്യം? ആൾക്കാർക്ക് ഇവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് കമ്പനിയുടെ ആവശ്യമാണ്. കാരണം ഈ ഊബറിന്റെ പേരിലാണ് ഇവര് ഓടണേ. ആരുടെയായാലും അതായത് കൂടുതൽ കാശ് കൊടുത്ത് കൂടുതൽ കസ്റ്റമേഴ്സിന് കിട്ടേണ്ട ആവശ്യമില്ല. കാരണം കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അപ്പൊ അവർക്ക് അങ്ങനെ കസ്റ്റമേഴ്സിന് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഓടി ഞാൻ പേയ്മെന്റ് കൊടുത്തിട്ട് നീ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി നീ പേയ്മെന്റ് കൊടുത്തപ്പോ കസ്റ്റമർ കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് തോന്നി, ഒബ്വിയസ്ലി ഞാൻ പേയ്മെന്റ് കൊടുക്കാൻ തയ്യാറാവോ? അത് എത്ര നാളെ അതേപോലെ കൊടുക്കും? നീ ഞാനും ഒരേ ഏരിയയിലാണ് കൊടുക്കണേ. ഇപ്പൊ നീ ഒരു മാസം കൂടുതൽ കൊടുത്തു, ഞാനും കൊടുത്തു, അടുത്ത മാസം നീയും കൊടുത്തു, ഞാനും കൊടുത്തു. ഇതൊരു സമയത്ത് തീരൂലേ? അതാണ് ഞാൻ പറഞ്ഞത്, പ്രീമിയം പോലെ അങ്ങനത്തെ ഒരു സാധനം അതിന്റെ ആവശ്യമില്ല, കൊണ്ടിരില്ല. പ്രീമിയം ലെവലിലേക്കും പോയി കഴിഞ്ഞാൽ ഡ്രൈവർമാരൊരു സർവീസ് എടുക്കുന്നതല്ല, ഡ്രൈവർമാർ ഒരു ആപ്പ് ത്രൂ അവരുടെ സർവീസ് നാട്ടുകാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത്ര ആലോചിച്ചാൽ മതി, ഒരു ഏരിയയില് ടാക്സിക്കാരൊക്കെ കൂടെ ഒരുമിച്ച് ഒരു ആപ്പ് തുടങ്ങി, അത്ര ആലോചിച്ചാൽ മതി. ആ ഏരിയ ഓൾ ഇന്ത്യ ഉണ്ടെന്ന് മാത്രം, അത്രേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതില് മാറി നിൽക്കുന്ന ഒരാളുണ്ടാവൂലോ. അത് അല്ല, അട്രാക്ട് ചെയ്യണ്ട, അതായത് കസ്റ്റമേഴ്സ് കിട്ടൂല്, അത് തന്നെ. അല്ല, വേറെ ഒന്നും വേണ്ട. കൂടുതൽ ലോക്കൽ അല്ല എടാ, ഇതൊന്നും വേണ്ട, അട്രാക്ട് ചെയ്യലൊന്നും വേണ്ട.
സർക്കാരാണ് ആപ്പ് ഇറക്കുന്നത് നിൽക്കുക. സർക്കാർ പറയാണ് നാളെ ഒരു ടാക്സി പെർമിറ്റ് കിട്ടണമെങ്കിൽ ഇതിൽ മെമ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തീർന്നില്ലേ, പ്രശ്നം തീർന്നില്ലേ? വെള്ള ബസ് വൈറ്റ് അടിച്ച പോലെയല്ലേ? വെള്ള ബസ് വെയിറ്റ് അടിച്ച പോലല്ല, ഇതിപ്പോ ഓൾറെഡി ചേട്ടാ എന്നെ ഇവിടെ ടീം അതായത് ടൂറിസ്റ്റ് അതല്ല ഈ അല്ല ഇപ്പൊ ഏതാണ്ട് മോഡിഫിക്കേഷൻ ലീഗിലൊക്കെ പറഞ്ഞ ആരൊക്കെ വീഡിയോസ് അത് ആക്ച്വലി വി ഡി സതീശൻ പറഞ്ഞാണ്. നമ്മുടെ ഗണേഷ് കുമാർ വി ഡി സതീശനെതിരെ ഗണേഷ് കുമാറിന്റെ വേറൊരു വീഡിയോ കണ്ട മറ്റേ റോട്ടില് മറ്റേ സൗണ്ട് മോഡിഫൈ ചെയ്യുന്നതൊന്നും കേന്ദ്ര സർക്കാർ നിരോധിച്ചാണ്, അതൊന്നും കേരള സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ പുള്ളി പറഞ്ഞു. അപ്പം അതിനെ കമ്പയർ ചെയ്ത് പുള്ളിക്ക് അതൊന്നും ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പുള്ളിയുടെ പ്രചരണത്തിന് ഈ സാധനം പൊട്ടിച്ചളിക്കുക എന്നുള്ള രീതിയിൽ കാണിച്ചതാണ്, വേറെ ഒന്നല്ല. പുള്ളി പറഞ്ഞൊരു വാലിഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം ഇറക്കിയ നിയമമാണ്, കേരളത്തിന് അതിൽ ചെറിയ രീതിക്കുള്ളൊക്കെ അലോ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അല്ല ഇപ്പം കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മോഡിഫിക്കേഷൻ ചെയ്താലും സമ്മതിച്ചു തരാത്തൊരവസ്ഥയാണ്. വി ഡി സതീശൻ പറഞ്ഞ പോലെ മോഡിഫിക്കേഷൻ അലോ ചെയ്യുക എന്നുണ്ടെങ്കിൽ തന്നെ ഈ കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്ക് അലോ ചെയ്യാൻ പറ്റുള്ളൂ. കൂടിപ്പോയാൽ വലിയ മോഡിഫിക്കേഷൻസ് അലോ ചെയ്യാൻ പറ്റില്ല. ഒരു സ്പോയിലർ കയറ്റിയാലോ ഒരു ചെറിയ കുഞ്ഞു ലിപ്പ് കയറ്റിയാലോ പ്രശ്നമില്ല. പക്ഷെ ബമ്പറിന്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഒരു ഗ്രില്ലൊക്കെ അടിക്കുന്ന പരിപാടി, വണ്ടിയുടെ നീളം വീതിയും കൂട്ടിയ പ്രശ്നമാണ്. വണ്ടിയുടെ ഡയമെൻഷൻസ് മാറാൻ പാടില്ല. വേറെ സംഭവം നമ്മൾ എപ്പിസോഡ് മോഡിഫിക്കേഷൻ വരെ പറയാം. നമ്മള് ലാസ്റ്റ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് കൂടുതൽ ഈ മാറി നിക്കണവരെ കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് ഈ ആപ്പിലേക്ക് മാറി നിൽക്കാൻ റൂളായിട്ട് കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ എറണാകുളത്ത് CNG ഉള്ള വണ്ടികൾ മാത്രം ടാക്സിയായിട്ട് ഓടിയായി തോന്നുന്നു. അതായത് മാറി നിക്കണവരെ തന്നെ അവര് തന്നെ അട്രാക്ട് ആയിക്കോളും. കാരണം എല്ലാ പാസഞ്ചേഴ്സിനും ഇപ്പൊ ഓൺലൈനാണ് താല്പര്യം. അവരതില് സ്ഥിരമായിട്ട് ബുക്ക് ചെയ്തോണ്ടിരുന്ന തന്നെ വന്നോളൂ ഇതിലേക്ക്. ഈ പറഞ്ഞ പോലെ പേട്ടാന്നുള്ള സാധനം ഉണ്ടാവില്ല വേണ്ട. അല്ല ഒരു സ്റ്റാൻഡിൽ കിടന്നിട്ടും ഈ ഓർഡറിൽ പോകുന്നതിന് പകരം ബുക്കിംഗ് എടുത്തു പോവാന്നുള്ള കേസ് മാത്രം. അങ്ങനെ ഓട്ടം കിട്ടാണ്ടാവുമ്പോ അവിടെ വന്ന് കിടന്നോട്ടെ. ഈ ആപ്പ് എത്ര മണി സ്റ്റാൻഡിൽ കിടക്കേണ്ട ആവശ്യം വരുന്നില്ല. ചിലപ്പോൾ ഓരോ ഓട്ടം കഴിഞ്ഞ് അത് ഡൺ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അടുത്ത വരും. അടുത്ത റിട്ടേൺ പൈസ വേണ്ടി വരില്ല. വേറൊരു ഗുണമുണ്ട്, പേട്ട ഒഴിവാക്കി വേറൊരു ഗുണമുണ്ട്. ഇപ്പൊ കൊരട്ടി എടുക്കാം. ഇൻഫോ പാർക്കിന്റെ ഏരിയയിൽ നമ്മൾ വൈകുന്നേരം പോകുമ്പോ അവിടെ പോയിട്ട് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യാം, എന്നിട്ട് ഈ ലോഗിൻ ചെയ്തോണ്ടിരിക്കുക. കിട്ടാനുള്ള ചാൻസ് കൂടുതലിട്ട് അവിടെ നിന്നാണ് ചാൻസ് കൂടുതലിട്ട. അങ്ങനെ വരുമ്പോ ക്രൗഡ് കൂടില്ലേ? കൂടട്ടെ, വണ്ടികള് കൊറേ ഒന്നും എടുക്കില്ലേ? അപ്പൊ തന്നെ പോയിക്കൊണ്ടിരിക്കില്ലേ, റണ്ണിങ് ആയിരിക്കുമല്ലോ. ഈ ഇൻഫോ പാർക്കിന്റെ അവിടെ നീ ഒരു 5:30-6 മണി സമയത്ത് പോയി കഴിഞ്ഞാ ഒരാള് 2 ആളെല്ലാം ഇറങ്ങി പറഞ്ഞതിന്റെ ഉള്ളിൽ നിന്ന് ഡ്രൈവർ കൊരട്ടിയില് തിരക്കാണ്, കൊറേ ടാക്സിക്കാരോ ഇതേപോലെ കണ്ട് വന്ന് കിടക്കുന്നുണ്ട്. ഇവർക്ക് വേറെ തിരക്കുള്ള സ്ഥലത്തേക്ക് പോവാലോ. രാവിലെ ഒന്നും ഓട്ടോ എടുക്കാണ്ട് വൈകുന്നേരം ആ തിരക്കുള്ള സ്ഥലത്തേക്ക് പോയി നിന്ന് അവിടെ നിന്ന് അന്നത്തെ ദിവസത്തെ കളക്ഷൻ കിട്ടില്ലേ. ഏരിയ നമുക്ക് ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി പണിയെടുത്തിട്ട് വരാം. അതിനല്ലേ ഇപ്പൊ ഊബർ പോലും ചെയ്യണേ. അവർക്ക് പാലക്കാട്, തൃശ്ശൂര് അങ്ങനെ ഇഷ്ടം പോലെ ഓട്ടം കിട്ടും. സ്റ്റാർട്ടിങ്ങില് പറഞ്ഞത് യൂണിയൻ വേണ്ട, സ്റ്റാൻഡ് വേണ്ട. ഇതിപ്പോ മെയിൻ ആയിട്ട് ടാക്സിക്കാർക്ക് ടെക്നോളജി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. ബേസിക്കലി ഒരു ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ യൂണിയൻകാര് നമ്മുടെ നാട്ടില് യൂണിയൻ പ്രശ്നം, അതുപോലെ ഒരു ട്രെയിനിങ് പോലെ ഒരു ക്ലാസ് പോലെ. ഇത് മാത്രമല്ല ഈ യൂണിയൻ പ്രശ്നം കൂടിയാണ് ഇത്. അതായത് എന്ത് വന്നാലും എന്ത് വന്നാലും ഈ ഒരു യൂണിയൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. ഇപ്പം എല്ലാം മുടക്കുന്നതോ അല്ലെങ്കിൽ എന്ത് ഇന്നോവേഷൻ വന്നാലും മുടക്കുന്നത് ഈ സംഘടനകളാണ്. എതിർക്കാനുള്ള ഒരു കക്ഷി പോലെയാണത്. ഒരുമിക്കാനുള്ള യൂണിയൻ എന്നുള്ളതിന് പുറമെ എതിർക്കാനുള്ള ഒരു യൂണിയൻ എന്നുള്ള കോൺസെപ്റ്റിലേക്കാണ് മിക്കവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്തോട്ടെ. അപ്പൊ നമ്മുടെ ഫൈനൽ ഒരു നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഓൺലൈൻ ടാക്സി എന്തുകൊണ്ടും ബെറ്റർ ഓൺലൈൻ ടാക്സി ബെറ്റർ ഓപ്ഷനാണ്, സേഫ് ആണ്. അതായത് ഇപ്പോൾ വയസ്സായ ഒരാൾക്ക് വീട്ടിലിരുന്നിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ പേട്ട വരെ പോയി വിളിച്ചോണ്ട് വരാനോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഒരാളെ വിട്ട് വിളിപ്പിക്കാനേക്കാളും ഇപ്പം ഫോണിൽ വിളിച്ച് പറഞ്ഞതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. വെയിറ്റിംഗ് അപ്പൊ എങ്ങനെയായിരിക്കും? വെയിറ്റിംഗ് ഇല്ല, അടുത്ത അവിടെ നോക്കിയ ആൾക്ക് ഹോസ്പിറ്റലിലേക്ക് വലിയൊരു സംഭവമാണ്. നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോയിട്ട് ഒരു മാർക്കറ്റിൽ കയറി അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി
സൂപ്പർ മാർക്കറ്റിൽ കയറ്റിയിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അടുത്ത് ഇറങ്ങുമ്പോ വേറെ ആളെ വിളിക്കുക. അതാണ് അല്ല അതിപ്പോ ഏതായാലും ചില ഓട്ടോറിക്ഷക്കാർക്ക് വെയിറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യമാണ്. വയറ്റ് പോലും ഇല്ല. അത് മര്യാദയ്ക്ക് 10 വെയിറ്റ് minute ചെയ്യ ആവണം. അല്ല ഇനി അതോ വെയിറ്റ് ചെയ്താൽ തന്നെ ഒരു സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു വെയിറ്റിംഗ് ചാർജ് ഉണ്ട്. ആ, ഓട്ടോറിക്ഷക്കാർ മേടിക്കുന്ന വെയിറ്റിംഗ് ചാർജ് ആവുന്നല്ല. അപ്പൊ നമുക്ക് പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടും അല്ല ഇപ്പൊ ഈ നല്ലത്. അല്ല ഈ വെയിറ്റിംഗ് ചാർജ് വരുമ്പോൾ എനിക്ക് ഒരു പോയിന്റോട് ഓർമ്മ വന്നേ. എന്താണ് ഇവര് സാധാരണ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് 10 ഓട്ടം കിട്ടുന്ന സമയം കഴിഞ്ഞു, ആ സമയത്താണ് നിങ്ങൾ ഈ വെയിറ്റ് ചെയ്യിക്കണേ, അതുകൊണ്ട് ഇത്ര വെയിറ്റിംഗ് ചാർജ് വേണം എന്നൊരു പേട്ടപ്പെട്ട് വെറുതെ അല്ല എന്നൊരു പോയിന്റ് അല്ല എന്നൊരു പോയിന്റ് അവർ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇത്ര ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഓൺലൈൻ ടാക്സി ഓടുന്നുണ്ട്, അവർക്ക് എന്താ പ്രശ്നം? അത് ശരിയല്ലേ? ഇവര് തന്നെ പറയുന്നവർക്ക് ഇപ്പോൾ ഓട്ടം കിട്ടണല്ലേന്ന്. എന്നിട്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഇവര് പറയും 10 ഓട്ടം കഴിഞ്ഞ സമയം കഴിഞ്ഞ് നിങ്ങൾ കാരണം പോയെന്ന് പറയും. അപ്പൊ ഓൺലൈൻ പറഞ്ഞോണ്ട് എന്താ പ്രശ്നം? ഒരു അവർക്ക് ഇഷ്ടംപോലെ ഓട്ടം ഉണ്ട്. അപ്പൊ അവർക്ക് ഓട്ടം ഉണ്ട്. അപ്പൊ അപ്പോൾ നിങ്ങളുടെ ഓൺലൈൻ തന്നെ എല്ലാവരുടെയും നല്ലത്. അഭിപ്രായം കമന്റ് ആയിട്ട് ഇതില് രേഖപ്പെടുത്താം. നമ്മുടെ ഒരു ഇതില് ഇതൊരു കാലത്തിന് വന്നേക്കുന്ന ഒരു മാറ്റം മാത്രമാണ് കാലത്തിനനുസരിച്ച് നമ്മൾ കാലത്തിനനുസരിച്ച് എല്ലാം ഓൺലൈൻ ആവും. ആയിക്കൊണ്ടിരിക്കണു. പേയ്മെന്റ് ഇപ്പം മറ്റു രാജ്യങ്ങളിലൊക്കെ UPI ഒന്നും ഇല്ല, ഇവിടെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണു. കുറെ ഏറ്റവും കൂടുതൽ UPI കളുള്ള രാജ്യം നമ്മുടെ. അപ്പൊ അതേപോലെ വന്നേക്കുന്ന വേറൊരു ടെക്നിക്കൽ ചെറിയ ചെറിയ കടകളിൽ വരെ ഉണ്ടെന്നുള്ളത്. പെട്ടിക്കടയിൽ വരെ ഉണ്ട് ഇപ്പോൾ UPI. അപ്പോ ആ ഒരു മാറ്റത്തില് എല്ലാ മാറി നിൽക്കുന്ന ഡ്രൈവർമാരും അതിൽ ചേർന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ്. പാസഞ്ചേഴ്സിനായാലും പെട്ടെന്ന് വിരൽ തുമ്പിൽ തന്നെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ എല്ലാവർക്കും സുഖമായിട്ട് പോവാം. ഇതെല്ലാം ഒരു കൺവീനിയൻസ് ആണ് വരുന്നത്. ആക്ച്വലി കൺവീനിയൻസ് അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം വെക്കണ്ട. ഓൺലൈൻ ഓടുന്നവർ ഓടട്ടെ, താല്പര്യമില്ലാത്തവർ പഴയ രീതിയിൽ ഓടുക. പക്ഷെ നമ്മള് എന്തെങ്കിലും ലോക്കൽ ടാക്സിക്കാരെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ നല്ലവരുണ്ട്. ലോക്കൽ അവർക്ക് ടാക്സിക്കാരെ എതിർക്കുന്നില്ല നമ്മൾ. അവർ ലോക്കൽ ഓടിക്കോട്ടാണ്. ലോക്കൽ എപ്പോഴും ഓൺലൈൻ ടാക്സി ചില ഊബർ ആണെങ്കിൽ പോലും ചില വീട്ടുകാർക്ക് നല്ല പരിചയമുള്ള ടാക്സിക്കാരുണ്ട്. എപ്പോൾ വിളിച്ചാലും ഏത് അർദ്ധരാത്രി അല്ല ചില സമയത്ത് ഊബറിൽ ടാക്സികൾ ലിസ്റ്റ് ചെയ്യാത്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലേ ഇവര് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഊബറിൽ ഇവരൊരു 10 തവണ ഊബറിൽ വിളിച്ചു പോകുമ്പോ അവിടെ വരെ കിട്ടുന്ന എത്ര എമൗണ്ട് അവർക്ക് അറിയാം. ഇത് എമൗണ്ടിനായി ചേട്ടാ ഈ എമൗണ്ടിനുള്ള ഊബറിൽ ഓടണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ആൾക്കും അതേ എമൗണ്ട് തന്നെ അത് കാലക്രമേണ എല്ലാവരും അതിലേക്ക് വന്നോളും. പരിചയമുള്ളവർ വിളിച്ചു പോട്ടെ, എമൗണ്ട് സെയിം ആയി. എമൗണ്ടിൽ ചെറിയ മാറ്റമല്ല ലോക്കൽ ടാക്സി ഊബറും തമ്മിൽ സാരമായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എല്ലാവരും മാറിക്കോളും. പക്ഷെ ചില ടാക്സിക്കാരുണ്ട് ഈ പറഞ്ഞ പോലെ ന്യായമായിട്ട് ന്യായമായിട്ട് നല്ല കൂലി രീതിക്ക് മേടിക്കുന്നവരുണ്ട്. അത് പെരുമാറുന്നവരുണ്ട്. അങ്ങനെ മേടിക്കുന്നവർ വരുമ്പോൾ ഇത് പറഞ്ഞ പോലെ വലിയ ഡിഫറൻസ് വരുന്നില്ല. അപ്പോ അത്രയ്ക്കൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്കിലുള്ള. എന്തായാലും ഭാവിയിലെല്ലാം ശരിയാവും അതെ, എന്ന് ഇന്നത്തെ പ്രതീക്ഷിക്കാം. ഡിസ്കഷനിൽ തന്നെ അടുത്ത എപ്പിസോഡിലേക്കുള്ള കുറച്ച് ടോപ്പിക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. മോഡിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്, ശരിയാക്കാം. നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ ഇനിയും പോകാനുണ്ട്. KSRTC ഒരു ഇതായിട്ട് വെച്ചോട്ടാ. കുറച്ച് ബൈക്കുമ്പോ നടക്കുമ്പോ ഇവനെ പറഞ്ഞോടാ ഗണേഷ് കുമാർ. അല്ല ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാലന്നെ കാണുന്നു ഞാൻ. ഒരു എപ്പിസോഡ് ഗണേഷ് ഇവന് കുമാർ KSRTC തിരിഞ്ഞു നോക്കണോലും ഇല്ല. അല്ല ഒരു എപ്പിസോഡ് ഇവന് KSRTC കുറിച്ചുള്ള പരാതികൾ മാത്രം. ഗണേഷ് ഇവനെ കുമാർ ഇടക്കിടക്ക് മിററി നോക്കുമ്പോ കാലൻ ജസ്റ്റ് മിസ് നിന്ന്. ഗണേഷ് കുമാർ വെറുതെ ഡയലോഗ് മാത്രമേ ഉള്ളൂ. KSRTC എന്ത് പരാതി കൊണ്ട് കൊടുത്താലും ഒരു കാര്യമില്ല. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, ഇലക്ഷൻ നടക്കണം, അത് കഴിഞ്ഞിട്ട് നീ കുഴപ്പം. അതന്നെ അതൊരു ടോപ്പിക് ആയിട്ട് തന്നെ വെക്കണം. എന്താ പറഞ്ഞ എന്നെ കൊന്നില്ല എന്നുള്ളൂ. അല്ല അത് നമുക്ക് വേറെ വെക്കാം. ഗണേഷ് കുമാർ വീഡിയോ കണ്ടിട്ട് അപ്പോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് എപ്പിസോഡ്. Yes.